നമ്മുടെ വയനാട്ടിലെ ബാണാസുര ഡാം ഇത്തവണയും ഷട്ടർ തുറന്നു കേട്ടോ. എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും പലതരം മീനുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറന്നാൽ താഴേക്ക് ചാടൽ ഒരു തരത്തിൽ ആത്മഹത്യ ആണല്ലോ. 5-10 കിലോയോ അതിലധികമോ വരുന്ന കിടില മീനുകൾ എല്ലാ വർഷവും ഇതുപോലെ ചാടാറുണ്ട്. കട്ല, ചെമ്പല്ലി, രോഹു തുടങ്ങിയ മീനുകൾ ആണ് അധികവും. ഇങ്ങനെ ചാടുന്ന മീനുകളിൽ മിക്കതും താഴെ ഭിത്തിയിൽ തലയടിച്ച് ബോധം പോയും തല പൊളിഞ്ഞും ഇതുപോലെ ഒഴുകി നടക്കും. എന്നാ പിന്നെ ഇതിനെ വളരെ സിമ്പിളായി പിടിക്കാമെന്ന് കരുതി ആരും ഓടിച്ചെല്ലണ്ട. ഡാമിന്റെ പരിസരത്തു നിന്നും ഇതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ കനത്ത പിഴയും എപ്പോ കിട്ടി ചോദിച്ചാൽ മതി. ഒഴുകി വരുന്ന മീനിനെ പിടിക്കാൻ ഒരുപാട് ആളുകൾ പുഴയുടെ 2 സൈഡിലും ഉണ്ടാകും. ആദ്യം കാണുന്നവരും ആദ്യം ചാടുന്നവരും ആദ്യം മീൻ കിട്ടും എന്ന് വിചാരിക്കും. എപ്പോ ചാടിയാലും ഇതിനെ പിടിക്കാൻ ഇച്ചിരി ഭാഗ്യവും നല്ലോണം നീന്തലും അറിയണം. നീന്തലറിയാത്ത ആളുകൾ ആവശ്യത്തിൽ എടുത്തു ചാടി അപകടം നടക്കാതിരിക്കാനാണ് പോലീസുകാർ വടിയെടുക്കുന്നത്. ഇങ്ങനെ മീനിനെ കണ്ടാൽ ആരാണല്ലേ ചാടാത്തത്? കിട്ടുന്ന മീനുകൾ മിനിമം 5 കിലോ എങ്കിലും തൂക്കമുണ്ടാകും. വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് മീൻ വാങ്ങാനും പിടിക്കുന്നത് കാണാനും ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. കാണുന്ന പോലെ ഒഴുക്കിൽ ഇതിനെ പിടിക്കൽ അത്ര സുഖല്ലാട്ടോ. എല്ലാ വർഷവും ഇങ്ങനെ പിടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണിവർ. ഞാൻ ഈ വീഡിയോ എടുത്തത് ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്ററായി ഉയർത്തിയപ്പോഴാണ്. നമ്മുടെ ബാണാസുര സാഗറിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. മീൻ ചാടുന്ന എല്ലാവരും പറഞ്ഞു 5 സെന്റിമീറ്റർ വർക്ക് എന്നാൽ മീൻ ചാടിയിട്ടുണ്ട്. പെടക്കുന്ന സാധനം പെടക്കുണ്ടായിരുന്നു, ചാടി പിടിച്ചതാണ്. 2 കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ കണ്ടില്ല. അല്ലേ പക്ഷേ ഇതുപോലുള്ള ഐറ്റംസ് ആണ് കയറുന്നത്. ഓർക്ക് 2 കിട്ടി. അടുത്ത എന്തായാലും ഞമ്മക്ക് പിടിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ ഇടയിലാണ് വലിയൊരു മീനിനെ പിടിച്ച് നമ്മുടെ മസിൽമാന്റെ എൻട്രി. മസിൽ പെരുപ്പിക്കാൻ മാത്രമല്ല മസിൽ ഉപയോഗിച്ച് മീൻ പിടിക്കാനും ഞമ്മക്കറിയാമെന്ന് ആശാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ യൂട്യൂബ് ചാനലായ മീനും ഞാനും ഒരു സബ്സ്ക്രൈബും. താങ്ക്സ് ഫോർ വാച്ചിങ്.